നമ്മുടെ ഇടവകയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രിയജനമേ, ഇന്ന് മനോഹരമായിട്ടുള്ള ഒരു ഗാന ശുശ്രൂഷ നടത്തിയ ഗാന സംഘമേ, ബന്ധുമിത്രാദികളെ, ഈ ഒരു പ്രയർ കോർണർ മീറ്റിംഗിന്റെ മുന്നിൽ നിന്ന് അച്ഛനോടൊപ്പം എന്റെ സാരഥ്യം വഹിക്കുന്ന എല്ലാ സംഘാടകരുമേ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം. ആദ്യമായിട്ടാണ് ഈ ദേശത്ത് തന്നെ തിരുവചനം ധ്യാനിപ്പിക്കുവാനായിട്ട് തിരുവചനം ഘോഷിക്കുവാനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ചത്. അത് എൻ്റെ കുടുംബത്ത് തന്നെ ആയതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ അവസരം നൽകിയ നമ്മുടെ ഇടവക കുന്നം സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയോടും അതുപോലെ തന്നെ അച്ഛനോടും ഇടവകയിലെ ഓരോ വിശ്വാസികളോടുമുള്ള നന്ദി ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ. നോമ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പരിശുദ്ധ സഭ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഞായറാഴ്ചയുടെ പ്രത്യേകത നമുക്കറിയാം. വലിയ നോമ്പിലെ 6ാമത്തെ ഞായറാഴ്ചയായിരുന്നു ഇന്ന്. ഇന്നേ ദിവസം നാം ഏവൻഗേലിയോൻ ഭാഗമായിട്ട് വായിച്ചു കേട്ട, നാം ധ്യാനിച്ച വിഷയം എന്ന് പറയുന്നത് സമയോ ഞായറായിട്ടാണ്. കുരുടനെ ക്രിസ്തു സൗഖ്യമാക്കിയ ആ സ്മരണയാണ് ഇന്ന് ഏവൻഗേലിയോൻ ഭാഗത്തിലൂടെ നാം ഘോഷിച്ച് കേട്ടത്. ഓർത്തഡോക്സ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് ഏറ്റവും അഭികാമ്യമായ ഒന്നാണ് നോമ്പ്, ഉപവാസം, മുട്ടുകുത്തൽ, ഈ നോമ്പിലെ നമസ്കാരം ആദിയായവ. ഈ നോമ്പിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അത് വിശുദ്ധിയുടെയും അനുതാപത്തിന്റെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. നമ്മെ തന്നെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ ഒന്ന് പോഷിപ്പിക്കുവാൻ, ഒന്ന് റീഫ്രഷ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് പരിശുദ്ധ സഭാപിതാക്കന്മാർ ഈ നോമ്പിനെ നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നമുക്കായിട്ട് കരുതി വച്ചിരിക്കുന്നത്. പ്രത്യേകമായിട്ടും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനത്തില് 12ാം അധ്യായത്തിന്റെ 1ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവിടെ ശരീരം ദൈവത്തിന് സമർപ്പിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചു വരുന്നു. അല്ലെ? അതാണ് ഈ നോമ്പിലൂടെ നാം പ്രാപ്തമാക്കുന്നത്. ശരീരത്തെ സമർപ്പിക്കുന്നു, നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുന്നു. ലോകത്തിന് അടിമപ്പെടാതെ നന്മയും വിശുദ്ധിയും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ പ്രസാദപ്രകാരം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഈ നോമ്പിലൂടെ നടക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ശരീരത്തിനെ നിയന്ത്രിക്കുന്നു. അല്ലെ? നാം എല്ലാവരും മനുഷ്യരാണ്. അല്ലെ? നമുക്ക് മാനുഷികമായിട്ടുള്ള ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്. ചിലർക്ക് ആഹാരത്തോടാകാം, അതുപോലെ തന്നെ ചിലർക്ക് ചില ചിന്തകളിലുള്ള ബലഹീനതകളാവാം. അങ്ങനെ പലതരത്തിൽ ബലഹീനതകളും അതുപോലെ തന്നെ കുറവുകളുമുള്ളവരാണ് നമ്മൾ. നമ്മുടെ ആത്മീയ ജീവിതത്തിനെ പലപ്പോഴും ഭംഗം വരുത്തുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ അമിതമായ ചില കാര്യങ്ങളോടുള്ള ആസക്തിയാണ്. അപ്പോൾ ശരീരത്തെ നാം നിയന്ത്രിക്കുന്നു. രണ്ടാമത് മനസ്സിന് പുതുക്കം വരുത്തുന്നു. നമ്മുടെ മനസ്സിന് പുതുക്കം വരുത്തുന്നു. ഹ്യൂമൻ സൈക്കോളജി നമ്മുടെ ഒരു വ്യക്തിയെ തന്നെ വിഭജിക്കുന്നത് 3 തലങ്ങളിലായിട്ടാണ്. എങ്ങനെയാ? ശരീരം, മനസ്സ്, ആത്മാവ്.
അല്ലേ? അപ്പോൾ ശരീരത്തെ നിയന്ത്രിക്കുന്നു, മനസ്സിന് പുതുക്കം ലഭിക്കുന്നു. ഇതാണ് നോമ്പിലൂടെ നാം ശരിയായ വിധത്തിൽ നോമ്പ് നോക്കിയാൽ മാത്രം ഇത് നമുക്ക് കരസ്ഥമാകുന്നത്. അപ്രകാരമാണ് നാം ആത്മാവിലേക്ക്, നമ്മുടെ സോളിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ ശരീരത്തെ നിയന്ത്രിച്ച് മനസ്സിനെ പുതുക്കുമ്പോൾ നാം ആത്മാവിലേക്ക്, പൂർണ്ണ അർത്ഥത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ നോമ്പിന്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നത് 50 ദിവസങ്ങളിലായിട്ടാണ്, അല്ലെ? നമ്മുടെ പരിശുദ്ധ സഭ ആചരിക്കുന്ന ഏറ്റവും വലിയ വലിയ നോമ്പാണ് ഈ 50 നോമ്പ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നാം ചെയ്യുന്നത്? ഇതൊരു തീർത്ഥാടനമാണ്, അല്ലെ? നാം സഞ്ചരിക്കുകയാണ്. എന്തോ ഒരു ലക്ഷ്യപഥമുണ്ട് നമുക്ക്. എവിടെയോ നമ്മൾ എത്തിച്ചേരുന്നു, എന്തിനോ വേണ്ടി. അപ്പോൾ ഈ നോമ്പ് എന്ന് പറയുന്നത് ഒരു തീർത്ഥാടനമാണ്. ഇറ്റ്സ് എ പിൽഗ്രിമേജ്. നാം യാത്ര ചെയ്യുകയാണ്, നാം തീർത്ഥാടനം ചെയ്യുകയാണ്. നാം പരുമല ഇവിടെ അടുത്ത് തന്നെയാണ്, അല്ലേ? നിങ്ങളൊക്കെ ഒത്തിരി ഭാഗ്യവാന്മാരാണ്. എനിക്ക് കല്യാണാലോചന വരുമ്പോ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്, പരുമല തൊട്ടടുത്താണ്. ഇനി എനിക്ക് നടന്നു പോകാനും അതുപോലെ വരാനും ഒക്കെ എളുപ്പമാണ്. പരുമല തൊട്ടടുത്താണ്. ഒരു തീർത്ഥാടനം നടത്താൻ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല എന്ന്. അപ്പോൾ നാം തീർത്ഥാടനം നടത്തുന്നുണ്ട്. അതുപോലെ നമ്മൾ ചുറ്റിലും നമ്മുടെ സമൂഹത്തിലെല്ലാം ശ്രദ്ധിച്ചാൽ ഏതൊരു മതത്തിലും ഈ തീർത്ഥാടനത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അവർ വിളിച്ചു പറയുന്ന അതിന്റെ പ്രാധാന്യം അവര് വളരെ ഭംഗിയായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ ഇടയിൽ അവർ ശിവഗിരിയിലേക്കും അതുപോലെ തന്നെ ശബരിമലയിലേക്കും എല്ലാം തീർത്ഥാടനം നടത്തുന്നുണ്ട്. അപ്പോൾ തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു ആത്മീയമായിട്ടുള്ള പോഷണത്തിന് വഴിതെളിക്കുന്ന ഒന്നാണ്. പറഞ്ഞു വന്നത്, ഈ നോമ്പിനെ നാം കാണേണ്ടതും ഇന്ന് ഈ തീർത്ഥാടനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇന്നത്തെ വേദചിന്തയ്ക്ക് ആധാരമായിട്ട് നാം ചിന്തിക്കാനായിട്ട് പോകുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 10-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. സംഖ്യ 10-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിക്കാമോ? മതി. അപ്പോൾ നാം വായിച്ചു കേട്ടു സംഖ്യ 10-ാം അധ്യായം. ഓക്കെ, പശ്ചാത്തലം ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇസ്രായേൽ മക്കൾ അവരുടെ അടിമത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് ദൈവം അവരെ മോശ വഴിയായിട്ട് വീണ്ടെടുത്ത് അവരെ കനാൻ ദേശത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതാണ് പശ്ചാത്തലം. അവർക്ക് പോകുന്ന വഴിയിലെല്ലാം പല പ്രതിസന്ധികളും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അറിയാത്ത ദേശങ്ങൾ, അറിയാത്ത ഭാഷ, അറിയാത്ത വംശങ്ങൾ, അതുപോലെ തന്നെ അറിയാത്ത ഭൂപ്രകൃതി, അറിയാത്ത കാലാവസ്ഥ, ഇതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് അവർ ഈ യാത്ര തുടരുന്നത്. പല സ്ഥലങ്ങളിലും അവർക്ക് താവളം ഇറങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. അവർ കൂടാരമടിക്കുന്നുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തിന് എതിരെ പിറുപിറുക്കുന്നുമുണ്ട്. പക്ഷേ അങ്ങേറ്റം ക്ഷമാലുവായ ദൈവം അവരോട് കരുണ കാണിക്കുകയും അവരോട് കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ ഭേദഭാഗങ്ങളിലുടനീളം കാണാം. ഇവിടെ ഈ സംഖ്യാപുസ്തകത്തില് ഈ 10-ാം അധ്യായത്തില് നാം വായിച്ചു കേട്ട ഈ വേദഭാഗത്തിൽ നാം കാണുന്ന പ്രധാന 2 കഥാപുരുഷന്മാരെന്ന് പറയുന്നത് മോശയും
ഹോബാബുമാണ്. ആരൊക്കെയാണ്? മോശയും ഹോബാബും അല്ലേ? ഒരാളെ പറ്റി നമുക്ക് നല്ല ധാരണയുണ്ട്. ആരാണ്? മോശ. ആരാണ് ഈ ഹോബാബ്? അത്ര അങ്ങ് പരിചയം ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ആരാണെന്ന് ഈ വേദഭാഗത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഹോബാബിനെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തക പണ്ഡിതന്മാര് പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് അത് മോശയുടെ അമ്മായിയപ്പനാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകത്തില് 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈ ഹോബാബ് മോശയുടെ അളിയനാണ് എന്ന്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വേദപണ്ഡിതാക്കൾക്ക്, സഭാപിതാക്കന്മാർക്ക് ഈ ഹോബാബിനെ കുറിച്ച്. എന്തു തന്നെയായാലും ഈ ഹോബാബും ഈ മോശയും ആണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അപ്പോൾ ഇവരുടെ അനുഭവം എന്താണ്? ഈ മോശയും ഹോബാബും ഇസ്രായേൽ ജനതയും എല്ലാം ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുമ്പോൾ ഇവർ അനുഭവിക്കുന്ന ആ സാഹചര്യം എന്താണ്? ഇവരും ഒരു തീർത്ഥാടനത്തിന്റെ പശ്ചാത്തലത്തിലാണ്. എങ്ങോട്ടാണ് അവരുടെ തീർത്ഥാടനം? കനാൻ ദേശത്തിലേക്ക്. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തീർത്ഥാടനത്തിലാണ്. തീർത്ഥാടനത്തിന്റെ അനുഭവം, വിമോചനത്തിന്റെ അനുഭവം, തീർത്ഥാടനത്തിൽ പങ്കാളിയാകുമ്പോഴുള്ള ഓരോരുവന്റെയും അനുഭവം, അതിന്റെ വെളിച്ചത്തിലാണ് ഈ വേദപുസ്തക ഭാഗത്തെ നാം ചിന്തിക്കുന്നത്. ഒന്നാമതായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാനുള്ള വിഷയം എന്ന് പറയുന്നത്, ഇവിടെ ആരോട് കൂടെയാണ് തീർത്ഥാടനത്തിൽ പങ്കുചേരുന്നത് എന്നുള്ളതാണ് നാം നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അങ്ങനെ വേണം ഈ ചോദ്യത്തെ നിങ്ങൾ നോക്കിക്കാണുവാൻ. ആരോട് കൂടെയാണ് ഈ തീർത്ഥാടനത്തിൽ നാം പങ്കുചേരുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഹോബാബിനെ ദൈവം മോശ വഴിയായിട്ട് വിളിക്കുകയാണ്. ഈ ഇസ്രായേൽ മക്കളോടുകൂടി കനാൻ ദേശത്തിലേക്ക് പുറപ്പെടുവാനായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഹോബാബിനോടുള്ള ഈ ക്ഷണമാണ് ഈ പശ്ചാത്തലം. ഹോബാബ് ആരോട് കൂടെയാണ് ഈ തീർത്ഥാടനത്തിൽ പങ്കാളിയാകുന്നത് എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജനത, എ സ്പെഷ്യൽ പീപ്പിൾ. അവർ ഒരു പ്രത്യേക ജനതയായിരുന്നു. എന്താണ് പ്രത്യേകത? എന്താണ് ഒരു സ്പെഷ്യാലിറ്റി? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യം പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അതിന്റെ 15-ാം അധ്യായം 13-ാം വാക്യം, നീ വീണ്ടെടുത്ത ജനമാകുന്നു എന്നുള്ളതാണ്. വീണ്ടെടുത്ത ജനം, എ റെഡീംഡ് വൺ, വീണ്ടെടുക്കപ്പെട്ട ഒരു ജനം. അപ്പോൾ ഇതാണ് ആ ജനതയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എ സ്പെഷ്യൽ പീപ്പിൾ, ഒരു പ്രത്യേക ജനത എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഗതിയാണ്. അവർ ഒരു വിശുദ്ധ ജനമാണ്, അവർ വിശുദ്ധ വംശമാണ്, എ ഹോളി വൺ. അവർ വിളിക്കപ്പെട്ട, എ ചോസൻ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വംശമാണ് എന്നാണ് തിരുവചനം ഇവിടെ സാക്ഷിക്കുന്നത്. യോഹന്നാന്റെ പുസ്തകം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ കുറിച്ച് പറയുന്നുണ്ട്. എ ചോസൻ വൺ, അൻ എലക്റ്റഡ് വൺ. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സാക്ഷീകരിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ജനമാണ് ഈ ഇസ്രായേൽ ജനം. എന്താണ് ഈ വീണ്ടെടുപ്പ്? എന്താണ് ഈ റിഡംഷൻ? റിഡീംഡ് വൺ എന്ന് പറയുമ്പോൾ എന്താണ് നാം ഉദ്ദേശിക്കുന്നത്? എങ്ങനെ അതിനെ സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്? നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? അതിനെ ഇപ്രകാരമാണ് സഭാപിതാക്കന്മാർ വീക്ഷിക്കുന്നത്. പഴയ സാഹചര്യത്തിലേക്ക്
പുനഃസ്ഥാപിക്കുന്നതായിട്ടുള്ള ഒരു പ്രക്രിയ, നഷ്ടപ്പെട്ടു പോയ ഒരു സവിശേഷത അത് വീണ്ടും പുനഃസ്ഥാപിക്കുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ റിഡംഷൻ, വീണ്ടെടുപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധനായ മോർ അത്താനാസിയോസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവ് നമ്മുടെ ഈ നാം ചൊല്ലുന്ന ദൈനംദിനമായിട്ട് നാം ചൊല്ലുന്ന ഈ വിശ്വാസ പ്രമാണമെല്ലാം സഭാവ്യത്യാസമില്ലാതെ നാം ചൊല്ലുന്ന ഈ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ച, അതിനെ വലിയ കാര്യത്തിൽ ഡിഫെൻഡ് ചെയ്ത ഒരു സഭാപിതാവാണ് ഈ മാർ അത്താനാസിയോസ് എന്ന് പറയുന്നത്. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, റീസ്റ്റോറിംഗ് ഹ്യൂമാനിറ്റി ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അതായത് മാനവികതയെ, മനുഷ്യത്വത്തെ അതിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുന്നതായിട്ടുള്ളൊരു പ്രത്യേകത. നഷ്ടപ്പെട്ടു പോയ എന്തോ അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം, അതാണ് ഈ റിഡംഷൻ എന്നുള്ളതാണ് ആ സഭാപിതാവ് നമുക്ക് നൽകി തരുന്ന ഒരു നിർവചനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നാം ഒരു രൂപാന്തരത്തിന് ഇടയായിത്തീരുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷന്, അല്ലെ? നമുക്ക് നമ്മിൽ തന്നെ ഒരു മാറ്റമൊക്കെ നമുക്ക് അനിവാര്യമാണ്, അല്ലെ? ഈ നോമ്പിലൂടെ നാം ലക്ഷ്യം വെക്കുന്നത് എന്താ? നമ്മൾ ഉപവസിക്കുന്നുണ്ട്, നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട്, നമ്മൾ മുട്ടുകുത്തുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ യാമനമസ്കാരങ്ങളും നടത്തുന്നുണ്ട്. ഇതുകൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്? ഒരു മാറ്റമാണല്ലേ? ആ മാറ്റം എന്ന് പറയുന്നത് ഈ രൂപാന്തരമാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. നമുക്ക് തന്നെ നമ്മുടെ ദിനചര്യയില്, നമ്മുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളില്, നമ്മുടെ ചിന്താശേഷിയില്, നമ്മുടെ ആത്മീയതയിൽ, നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് ഒരു പുതിയ ഉണർവ്, ഒരു പുതുക്കം, ഒരു മാറ്റം നമുക്ക് ഈ നോമ്പിലൂടെ കൈവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു രൂപാന്തരം ലഭിക്കുന്നു. രൂപാന്തരം ലഭിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നാം അറിയാതെ നമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നാം ദൈവത്തെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. ദൈവമായി തീരുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തെ പോലെ ആയിത്തീരുക. എന്താ ആദാമിന് സംഭവിച്ചത്? ആദാമ്യ വീഴ്ച എന്തായിരുന്നു? ആദ്യ പാപം എന്ന് പറയുന്നില്ലേ, അതെന്തായിരുന്നു? ഓക്കെ, അതിനെ കുറച്ചും കൂടി നമ്മൾ ഉള്ളിലൊന്ന് വീക്ഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ സ്വരൂപം, സാദൃശ്യം, ഇമേജ് ഓഫ് ഗോഡ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ദൈവികമായിട്ടുള്ള ചില സവിശേഷതകൾ അത് നമുക്കായിട്ട് ദൈവം നൽകിയിരുന്നു. പക്ഷേ അത് നമ്മുടെ കയ്യിലിരിപ്പ് മൂലം നമുക്ക് നഷ്ടപ്പെട്ടു. ഈ ആദാമിനെ ഹവ്വയൊക്കെ നമ്മളെയും കൂടി ഉൾപ്പെടുത്തി വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ആ ദൈവികമായിട്ടുള്ള ആ ഒരു തലം, ആ സവിശേഷത, ആ ഒരു ശോഭ, ആ ഒരു രൂപ സാദൃശ്യം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിനെ ഇനി വീണ്ടും കൊണ്ടുവരണം. ഈ ആദാമ്യ പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അതിനു വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്, അല്ലെ? വചനം ജഡമായി അവതരിച്ചു, അല്ലെ? അപ്പോൾ അത് ഒരു വീണ്ടെടുപ്പിന്റെ പ്രക്രിയയാണ്. ഈ വീണ്ടെടുക്കലിലൂടെ നമുക്ക് കൈവിടുന്നത് ഈ ദൈവത്തിന്റെ ഈ മുഖഛായയാണ്, ഈ ഇമേജ് ഓഫ് ഗോഡാണ്. ഈ ദൈവത്തിന്റെ രൂപവും സാദൃശ്യവുമാണ് നമുക്ക് കൈവരുന്നത്. അപ്പോൾ ഇതൊരു റീസ്റ്റോറേഷൻ ആണ്, ഒരു പുനഃസ്ഥാപിക്കലാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ അത് നമുക്ക് തിരികെ ലഭിക്കുന്നതായിട്ടുള്ള വലിയ മഹത്വപൂർണമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ ദൈവീകരണം നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു. നാം ദൈവമാകുകയല്ല, മറിച്ച് ദൈവത്തെ പോലെ ആയിത്തീരുന്നു. ദൈവത്തെ പോലെ ആയിത്തീരുവാനുള്ള ക്ഷണമാണ് ഈ തീർത്ഥാടനം എന്ന് പറയുന്നത്. ഈ പ്രത്യേക ജനവിഭാഗത്തോടു കൂടി നാം ചേരുമ്പോൾ
നാം എല്ലാവരും ഒരു പ്രത്യേക ജനവിഭാഗമാണ്, അല്ലെ? നാം എല്ലാവരും രാജകീയ പുരോഹിത വർഗത്തിന്റെ ഭാഗമാണ്, വംശത്തിന്റെ ഭാഗമാണ്, വിശുദ്ധ ജനമാണ്, വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, വിളിക്കപ്പെട്ട ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. അപ്പോൾ നമുക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എ സ്പെഷ്യൽ പീപ്പിൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ സംഗതിയാണ്. ഇവിടെ ഈ ഹോബാബിനെയും ദൈവം മോശ വഴിയായിട്ട് ക്ഷണിക്കുന്നത് ഈ ഒരു സ്പെഷ്യൽ പീപ്പിളിന്റെ, ഈ ഒരു പ്രത്യേക ജനതയുടെ ഭാഗമാകുവാനായിട്ടാണ്. നാം നമ്മുടെ മനസ്സാക്ഷിയോട് നാം ചോദിക്കണം, നാം നമ്മുടെ മനസ്സിനോട് നാം ചോദിക്കണം, നമുക്ക് ഈ വിശുദ്ധ വംശത്തിന്റെ ഈ തീർത്ഥാടനത്തില് ശരിയായ വിധത്തിൽ നമുക്ക് പങ്കാളിയാകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള വസ്തുത നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കൊരു വിശുദ്ധ ജനമായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം പൂർണ്ണമായിട്ടും വിളിച്ച അർത്ഥത്തില് നമുക്ക് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ സവിശേഷതകളോടും കൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവത്തെ പോലെ ആയി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ദൈവത്തെ പോലെ ആയി തീരുവാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് ചുറ്റിലുമുള്ളവരെ കരുതണം, ദൈവമക്കളെ കരുതണം. ദൈവത്തെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങള് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്, ഉദാശകളെല്ലാം നടത്തുന്നുണ്ട്, എല്ലാം ഉണ്ട്, മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. ഇത് മാത്രമാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്? ദൈവികമായിട്ടുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് അതിന് വലിയ അർത്ഥതലമാണ്. അത് ഞങ്ങള് വൈദികര് മാത്രം ചെയ്യുന്ന കാര്യമല്ല, അത് ഈ സഭയുടെ ഭാഗമായിട്ടുള്ള എല്ലാ വിശ്വാസികളും ദൈനംദിനം ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ് ഈ ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാ അത് ചെയ്യാനായിട്ട് സാധിക്കുക? നാം വിശക്കുന്നവന് അന്നം കൊടുക്കുന്നു, നാം ആരോരുമില്ലാത്തവർക്ക് അഭയം നൽകുന്നു, വസ്ത്രം ഉടുക്കുവാനില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു, ഒരുവനെ കേട്ടിരിക്കുന്നു, ഒരുവനെ കാണുന്നു, അവന്റെ സങ്കടത്തിൽ ഒപ്പമായിരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നു. ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് നാം കാണുന്നതെല്ലാം ദൈവിക ശുശ്രൂഷയുടെ ഭാഗമാണ്. അങ്ങനെയാണ് നാം ദൈവത്തെ പോലെ ആയിത്തീരുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ മുഖസാദൃശ്യം, ദൈവത്തിന്റെ സാദൃശ്യം നമുക്ക് കൈവരുന്നത്. അങ്ങനെയാണ് നാം ഈ പ്രത്യേക ജനവിഭാഗത്തോടു കൂടെ ചേരുന്നത്. ഈ തീർത്ഥാടനത്തിൽ ശരിയായ വിധത്തിൽ നാം പങ്കാളിയാകുന്നത്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം പറയുന്നുണ്ട്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നാം ദൈവത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതല്ല, മറിച്ച് ദൈവം നമ്മെയാണ് തെരഞ്ഞെടുത്തത്. ഇന്നും ഞാൻ ഈ ആചാര്യത്വത്തിലായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, പലപ്പോഴും ഞാനൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാറുണ്ട്. ദൈവമേ, എപ്പോഴാണ്, എങ്ങനെയാണ് എന്റെ മനസ്സിലേക്ക് വന്നത് ഈ ആചാര്യനാകണം, വൈദികനാകണം, പുരോഹിതനാകണം എന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് എങ്ങനെയാ? ദൈവം എന്നെ തെരഞ്ഞെടുത്തത് മുഖാന്തരമാണ്, ദൈവം എന്നെ തെരഞ്ഞെടുത്തതിന് മുഖാന്തരമാണ്, മറിച്ച് ഞാൻ ദൈവത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതല്ല, അവന്റെ ഹിതമാണ്, അല്ലേ? അങ്ങനെ നാം ഓരോരുത്തർക്കും ഓരോരോ നിയോഗങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. എന്നെ നിയോഗിച്ചിരിക്കുന്നത് നിങ്ങളെ ശുശ്രൂഷിക്കാനാ, നിങ്ങളെ നോക്കുവാനാ. നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളൊന്ന് തുറന്ന് നോക്കിയാൽ മതി. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. ദൈവം നിയോഗങ്ങൾ നൽകിയിരിക്കുന്നത് അവരെ പരിചരിക്കാനാ, അവരെ ശുശ്രൂഷിക്കാനാ, അവരെ കേട്ടിരിക്കാൻ വേണ്ടിയാ, അവരോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയാ, അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാ. അപ്പോൾ ഇതാണ് ദൈവികമായിട്ടുള്ള ശുശ്രൂഷയുടെ അർത്ഥതലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഈ തീർത്ഥാടനത്തിൽ നീ പങ്കാളിയാകുമ്പോൾ എന്ത് പ്രയോജനമാണ് നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഈ മാനുഷികതയുടെ ഒരു ബലഹീനതയാണ്.
എന്താ? യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താ? പറയുന്നുണ്ട് അതിനൊരു പ്രത്യേക നിർവചനം. എന്താ? നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം, അല്ലേ? നിസ്വാർത്ഥം. നമ്മൾ യാതൊന്നും പ്രതീക്ഷിക്കാതെ, ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്ത് പ്രയോജനമാണ് എനിക്ക് ഇന്ന കാര്യം ചെയ്താൽ എനിക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. ഈ ബലഹീനനായ എനിക്കും പലപ്പോഴും ഒക്കെ ഇതൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനതും നിങ്ങളോട് സമ്മതിക്കുന്നു. എന്ത് പ്രയോജനമായിരിക്കും എനിക്ക് ലഭിക്കാനായിട്ട് പോവുക എന്ന് പലപ്പോഴും എന്റെ ബലഹീനത കൊണ്ട് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ സമ്മതിക്കുന്നു. അത് നമ്മുടെ മാനുഷികതയുടെ ഒരു ബലഹീനതയാ, നമ്മുടെ ഒരു ബലഹീനതയാ. ഈ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് തുണയായിട്ട് വരും, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് ചില ബലഹീനതകളുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചാണ് എന്ത് ബെനഫിറ്റ് ആണ് എനിക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് നാം പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ഈ വേദഭാഗത്തില് നമുക്ക് ചിന്തിക്കാം, എന്ത് പ്രതിഫലമാണ്, എന്ത് ബെനഫിറ്റ് ആണ് ഞാൻ ഈ തീർത്ഥാടനത്തിൽ പങ്കാളിയാകുമ്പോൾ എനിക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഹോബാബിന് ലഭിക്കാനായിട്ട് പോകുന്നത് എന്ത് ബെനഫിറ്റ് ആണ്, എന്ത് പ്രതിഫലമാണ്, എന്താണത്? അതിനെ കുറിച്ചാണ് നാം ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നത്. എ സ്പെഷ്യൽ പ്രിവിലേജ്, അതാണ് അതിന്റെ ഉത്തരം. ഒരു പ്രത്യേക പദവി, ഒരു പ്രത്യേക പദവി. നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യണം. പ്രത്യേക പദവി, എ സ്പെഷ്യൽ പ്രിവിലേജ്. നമ്മളെപ്പോഴും സ്പെഷ്യൽ പ്രിവിലേജുകളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാ, അല്ലെ? അത് നമ്മുടെ ഒരു ബലഹീനത, അല്ലെ? നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം, നമ്മള് തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളില്, നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളില്, നമ്മുടെ കുടുംബത്തില്, പള്ളിയില്, സഭയില് എല്ലാം നമ്മൾ ചില പദവികള്, പ്രിവിലേജുകള് ഒക്കെ ആഗ്രഹിക്കാറുണ്ട്, അല്ലേ? എപ്പോഴെങ്കിലും ഒക്കെ പുറത്ത് പറഞ്ഞില്ലേലും ഉള്ളിലൊക്കെ തോന്നിയിട്ടില്ലേ? ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ കള്ളം പറയുന്നതെന്ന് വിചാരിച്ചോളാം. അപ്പോ നമ്മൾ എപ്പോഴും ഈ പ്രിവിലേജുകള് ആഗ്രഹിക്കുന്ന ഒരാളാ, അല്ലേ? അത് നമ്മുടെ ഒരു ബലഹീനതയാണ് പലപ്പോഴും, കേട്ടോ. ചിലപ്പോഴൊക്കെ അതിന് പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അപ്പോൾ പ്രിവിലേജുകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അവന്റെ നേതൃത്വ പാഠവും വികസിക്കുവാനായിട്ട്, അവനിലെ വ്യക്തിത്വം വികസിക്കുവാനായിട്ട്, സാമൂഹികമായിട്ട് അവനെ ഇടപെടുവാനായിട്ട് ഒക്കെ ഈ പ്രിവിലേജുകൾ ആവശ്യമാണ്. പക്ഷേ അമിതമായിട്ട് ഒരു ആസക്തിയായിട്ട് നമ്മൾ അതിനെ കാണുമ്പോൾ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അവിടെയാണ് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഈ സ്പെഷ്യൽ പ്രിവിലേജ് അതെങ്ങനെ നമുക്ക് കൈവരിക്കാനായിട്ട് നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് അടുത്ത ചിന്ത എന്ന് പറയുന്നത്. ഹോബാബ് ഈ ജനതയുടെ ഭാഗമൊന്നും ആയിരുന്നില്ല, ഈ ഇസ്രായേലിയ ജനത്തിന്റെ ഒരു ഭാഗമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ഹോബാബിനെ ദൈവം മോശ വഴിയായിട്ട് ക്ഷണിക്കുകയാണ്. ഈ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് അഷ്യൂർ ചെയ്തുകൊണ്ടാണ് വിളിക്കുന്നത്. ഇത് നിനക്ക് തന്നേക്കാം. ആ വേദഭാഗത്തിന്റെ അവസാനം പറയുന്നുണ്ട്, അതിലത്തത് നെല്ലിക്കുന്നുണ്ട്. നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും, ഞങ്ങളോട് കൂടെ പോന്നാൽ യഹോവ ഞങ്ങൾക്ക് ചെയ്യുന്ന നന്മ പോലെ തന്നെ ഞങ്ങൾ നിനക്കും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയോ ഒരു സ്പെഷ്യൽ പ്രിവിലേജുകള്, എന്തൊക്കെയോ ഒരു പ്രത്യേക പദവി ഹോബാബിന് ലഭിക്കാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രത്യേക പദവി നമ്മൾ എങ്ങനെ കൈവരിക്കും? നമുക്ക് ആത്യന്തികമായിട്ട് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്ന ഒരു കാര്യം എന്താ? നമ്മള് നോമ്പ് നോക്കുന്നു, നമ്മള് കൂദാശകളിലെല്ലാം സംബന്ധിക്കുന്നു, നമ്മൾ കുമ്പസരിക്കുന്നു, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു, നാം വിശ്വസിക്കുന്നു, നാം അനുദപിക്കുന്നു. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താ ലഭിക്കാനായിട്ട് പോകുന്നത്? എന്താ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്? രക്ഷയാണ്, അല്ലേ? സാൽവേഷൻ ആണ്. നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് രക്ഷയാണ്. രക്ഷയുടെ സുവിശേഷമാണ് നാം കേൾക്കുന്നത്. മുൻപേ പറഞ്ഞതുപോലെ നമുക്ക് കൈമോശം വന്നുപോയ ഒരു സാഹചര്യത്തില് ഇനി രക്ഷയുടെ അനിവാര്യമാണുള്ളത്. അപ്പോൾ ഈ രക്ഷ നൽകുവാൻ വേണ്ടിയിട്ടാണ് ദൈവം വചനം
ജഡമായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തത്, അല്ലേ? അവനിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരുപോലെ കുടികൊണ്ടു. അപ്പോൾ അവൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവികത നിറഞ്ഞ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു. അങ്ങനെയാണ് നമുക്ക് രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുന്നത്. രക്ഷയുടെ അനുഭവത്തെ കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ലൂക്കോസ് എവൻഗേലിസ്ത പറയുന്നുണ്ട്. വിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിസ്ത പറയുന്നത് സുവിശേഷങ്ങളിലുടനീളം നിഴലിക്കുന്നത്, പറയാതെ പറയുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് രക്ഷ എല്ലാവർക്കുമുള്ളതാണ്. എ യൂണിവേഴ്സൽ സാൽവേഷൻ, സാർവത്രികമായിട്ടുള്ള രക്ഷ എന്ന് പറയും. രക്ഷ നമ്മളൊക്കെ പറയും ക്രിസ്ത്യാനികൾ മാത്രമാണ് രക്ഷപ്പെടത്തുള്ളൂ എന്ന്. എന്നാൽ വേദപുസ്തകം പറയുന്നത് രക്ഷ എല്ലാവർക്കുമുള്ളതാ. ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവൾക്കും രക്ഷ തീർച്ചയാണ് എന്നുള്ളതാണ്. അത് മനുഷ്യരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, മറിച്ച് അത് സർവചരാചരങ്ങളിലും, പക്ഷികൾ, മൃഗങ്ങൾ, ഈ വൃക്ഷലതാദികൾ എല്ലാവർക്കും ഈ രക്ഷയുടെ ഭാഗമാണ്. യോനയുടെ അനുഭവത്തിലേക്ക് നോക്കിയാൽ മതി. നിനിവയിൽ എന്താ സംഭവിച്ചത് അത് നോക്കിയാൽ മതി. അവിടെ സർവരും നോമ്പ് നോറ്റു, ഉപവസിച്ചു. അപ്പോൾ അവർക്ക് രക്ഷ ലഭിക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. അപ്പോൾ ഈ രക്ഷ എന്ന് പറയുന്നത് അത് ഒരു സാർവത്രികമായിട്ടുള്ള എല്ലാവർക്കുമായിട്ട് ലഭിക്കുന്ന ഒരു അനുഭവമാണ്. രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. നമുക്കും ഈ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ രുചിച്ചറിഞ്ഞിട്ടുണ്ട്, അല്ലേ? നിങ്ങളെ ദൈവം എപ്പോഴെങ്കിലും സ്പർശിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളെ ദൈവം തൊട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിൽ അർത്ഥമില്ല. എപ്പോഴൊക്കെയോ ഏതൊക്കെയോ നിമിഷത്തില് ദൈവം നിങ്ങളുടെ കണ്ണീര് കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. അതാണ് ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, അല്ലേ? ദൈവത്തിലുള്ള നമ്മളുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നാം ദൈവത്തിൽ അഗാധമായിട്ട് വിശ്വസിക്കുന്നത്. ദൈവമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാ? എന്റെ ജീവിതത്തില് ദൈവം ഇടപെട്ടത് കൊണ്ടാ. എനിക്ക് ദൈവികമായിട്ടുള്ള ചില എക്സ്പീരിയൻസ്, ചില അനുഭവങ്ങൾ എന്റെ ജീവിതത്തില് ഉണ്ടായത് കൊണ്ടാണ് ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തെ മറ്റുള്ളവർക്ക് മുൻപിൽ നാം സാക്ഷിക്കുന്നത്, അല്ലെ? നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ പറയാറില്ലേ? ഇല്ലേ? വലിയൊരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇന്ന് ഈ തിരുവസ്ത്രം അണിഞ്ഞു നിൽക്കുന്നത്. ഒറ്റൊരു ദിവസത്തെ പ്രാർത്ഥനയുടെ ഫലമാണ്, കണ്ണീരൊഴുക്കിയുള്ള ഒരു പ്രാർത്ഥനയുടെ ഫലമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ അനുഭവിച്ച ഒരു അത്ഭുതമാണ്, ഒരു മിറക്കിളാണ്. അതാണ് എന്റെ ജീവിതത്തിലെ സാക്ഷ്യം. അതിന് പിറ്റേ ദിവസമാണ് എനിക്ക് സെമിനാറിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോ സെമിനാരിൽ എങ്ങനെ അഡ്മിഷന് ഉള്ള പ്രൊസീജിയറൊക്കെ എങ്ങനെ വന്നു എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ണീരൊഴുക്കിയാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ദൈവത്തില് നിങ്ങൾക്കൊക്കെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളാണ് നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ വിശ്വാസമാണ് നമ്മെ രക്ഷയിലേക്ക് വഴി നയിക്കുന്നത്. അപ്പോൾ നാം എന്ത് ചെയ്യണം? നമ്മുടെ കർത്തവ്യം എന്താണ്? നമുക്കിത് ലഭിച്ചു, നമുക്കിതുണ്ട്, അല്ലേ? നമുക്കിതുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. അപ്പോ നമുക്ക് രക്ഷയുണ്ടെങ്കിൽ ഈ രക്ഷയുടെ സുവിശേഷം നാം എന്ത് ചെയ്യണം? നാം മറ്റുള്ളവർക്ക്, അതിനുവേണ്ടി ദാഹിക്കുന്നവർക്ക് നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് ഈ പ്രിവിലേജ് നമുക്ക് ലഭിക്കുന്നത്. വിശുദ്ധനായ മർക്കോസ് എവൻഗേലിസ്ത എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 15-16 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിങ്ങനെയാ പറയുന്നത്: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. തിരുവചനം പറഞ്ഞോ? ബൈബിള് പറഞ്ഞോ? സമാധാനമായോ? അപ്പൊ ഇത് എന്റെ മാത്രം വാക്യങ്ങളല്ലാന്ന് മനസ്സിലായോ? അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് അത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ അനുതാപമാണ്. ഇതാണ്
രക്ഷയിലേക്ക് നമ്മെ വഴി നയിക്കുന്നത് പ്രധാനമായിട്ടും നാം അനുഭവിക്കുന്ന ഈ കൂദാശകൾ, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, ഇതിലെല്ലാമാണ് ഈ ഒരു പൂർത്തീകരണം സംഭവിക്കുന്നത്. അവിടെയാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. ഈ രക്ഷയെ നമുക്ക് ചുറ്റിലുമുള്ളവർക്കായിട്ട് നമ്മൾ പങ്കുവെക്കണം. അതിന്റെ സുവിശേഷം നമ്മൾ പങ്കുവെക്കണം. അപ്പോഴാണ് ഈ ഒരു സ്പെഷ്യൽ പ്രിവിലേജ്, ഈ ഒരു പ്രത്യേക ജനവിഭാഗത്തോടു കൂടി നമുക്ക് ആയിരിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ തീർത്ഥാടനത്തിന്റെ മറ്റൊരു തലത്തില് നമ്മൾ എത്തിച്ചേരുന്നത്. വീണ്ടെടുപ്പിന്റെ ഈ തീർത്ഥാടനത്തിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനതയുടെ തീർത്ഥാടനത്തിൽ നാം പൂർണ്ണ അർത്ഥതലത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഈ സ്പെഷ്യൽ പ്രിവിലേജ് നമ്മൾ ആഘോഷിക്കുമ്പോഴാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ പ്രിവിലേജ്, ഈ ഒരു പ്രത്യേക പദവി, മറ്റുള്ളവരോട് രക്ഷയുടെ അനുഭവം നാം സാക്ഷിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ പ്രത്യേക പദവി, നാം വീണ്ടെടുക്കപ്പെട്ട ജനമാണ്, വിശുദ്ധ ജനമാണ്, വിളിക്കപ്പെട്ട ജനമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. ഈ ഒരു വിശുദ്ധ പദവി, ഈ വിശുദ്ധ വംശം, ഈ രക്ഷാ പദവി നാം മറ്റുള്ളവർക്കായിട്ട് പങ്കുവെക്കണം എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മോട് സുവിശേഷിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈ രക്ഷയിലൂടെ നമുക്ക് ലഭിക്കുന്ന 3 ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന, ഒന്ന് സൗഖ്യമാണ്, എ ഹീലിംഗ്. ഒരു സൗഖ്യത്തിന്റെ ശുശ്രൂഷയാണ് ആദ്യമേ ഇവിടെ നടക്കുന്നത്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ, എവിടേക്കോ മുറിവുകളില്ലേ, ഇല്ലേ, എവിടേക്കോ ചില മുറിവുകളില്ലേ, അതിനെ സൗഖ്യപ്പെടുത്തുന്നത് ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ രക്ഷയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എ ഹീലിംഗ്, ഒരു സൗഖ്യമാണ്. അതുപോലെ തന്നെ ഒരു പുനഃസ്ഥാപനമാണ്. മുൻപേ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എവിടെയോ എന്തോ നഷ്ടപ്പെട്ടു, അതിനെ നമുക്ക് തിരികെ ലഭിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ, എ റീസ്റ്റോറേഷൻ, ഒരു പുനഃസ്ഥാപനം. മൂന്നാമതായിട്ട് മുൻപേ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, ദൈവീകരണം. നമ്മള് ദൈവത്തെ പോലെ ആയി തീരുക എന്നുള്ളത്. ദൈവമാകുക എന്നുള്ളതല്ല, ഞാൻ ദൈവമാണെന്ന് ഒരിക്കലും പറയരുത്, പക്ഷെ ദൈവത്തെ പോലെ ആയി തീരുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ തീർത്ഥാടനത്തിന്റെ ഒരു പൂർണ്ണമായ അർത്ഥതലത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. ഈ സ്പെഷ്യൽ പ്രിവിലേജ് നമ്മൾ ആഘോഷിക്കുന്നത്, ഒരു സ്പെഷ്യൽ പ്രിവിലേജിന്, ഒരു പ്രത്യേക പദവിക്ക് നമ്മൾ പ്രാപ്തരാകുന്നത്. മൂന്നാമത്തെ ചിന്ത, അവസാനത്തെ ചിന്ത, അത് പറഞ്ഞുകൊള്ളട്ടെ. ഈ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മളൊക്കെ യാത്ര ചെയ്യും അല്ലേ? ചിലര് ടൂറ് പോവും, ചിലര് തീർത്ഥാടനം ചെയ്യും അല്ലേ? ചിലർ ട്രിപ്പ് അടിക്കാൻ പോവും അല്ലേ? ഇപ്പോഴത്തെ ന്യൂജൻ വാക്കൊക്കെ പറയുന്നത്, എനിക്കറിയാവുന്ന ന്യൂജൻ വേർഡ് അതൊക്കെ ഉള്ളൂ. ട്രിപ്പ് അടിക്കാൻ പോവാൻ ഞാനും പറയാറുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ യാത്രകൾക്ക് ഒരു ലക്ഷ്യസ്ഥാനമുണ്ട് അല്ലേ? എ ഡെസ്റ്റിനേഷൻ അല്ലേ? നാം എവിടെ പോകുമ്പോഴും അതിനൊരു ലക്ഷ്യസ്ഥാനമുണ്ട് അല്ലേ? ലക്ഷ്യസ്ഥാനമില്ലാതെ ആരെങ്കിലും ഇറങ്ങിത്തിരിക്കുവോ? ഇല്ല. അപ്പോൾ ഈ തീർത്ഥാടനത്തിനും ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, എ ഡെസ്റ്റിനേഷൻ. അത് പ്രധാനമാണ് അല്ലേ? എവിടെ എങ്ങനെ എത്തിച്ചേരണം എന്നുള്ളത് പ്രധാനമാണ്. എത്തിച്ചേരുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ്സ് എ സ്പെഷ്യൽ പ്ലേസ്. അത് ഒരു പ്രത്യേക സ്ഥലമാണ്. എന്താ അതിന്റെ പ്രത്യേകത? അതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യസ്ഥാനം, ഇവിടെ ഇസ്രായേലില് എത്തിച്ചേരുന്ന സ്ഥലം കനാൻ ദേശം. കനാൻ ദേശത്തിന്റെ പ്രത്യേകത എന്താ? പാലും തേനും ഒഴുകുന്ന ദേശം. ശരിക്കും അവിടെ പാലും തേനും ഒഴുകുന്നുണ്ടോ? പിന്നെ എന്താ? സമൃദ്ധിയാണ്. മോശമല്ല. അപ്പോ സമൃദ്ധിയാണ് അല്ലേ? വളരെ വെൽത്തി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കനാൻ ദേശം എന്ന് പറയുന്നത്. മുൻപിലേക്ക് വരിക. ഏദൻ തോട്ടത്തിലെ അനുഭവം എന്താ? അവിടെ എന്താ? ഏദന്റെ പ്രത്യേകത എന്താ? അവിടെയും ഈ സമൃദ്ധിയുടെ അനുഭവം. ഒന്നിനും മുട്ടില്ല, ഒന്നിനും ക്ഷാമമില്ല, ഒന്നിനും ദാരിദ്ര്യമില്ല. പൂർണ്ണ സമാധാനം, പൂർണ്ണമായിട്ടുള്ള സന്തോഷം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലം, ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാം ലഭിക്കുന്ന
എല്ലാം നിത്യമായ സമാധാനം ലഭിക്കുന്ന അതിന് ഉതകുമാറ് ഒരു സ്ഥലമാണ് ഈ ഏദൻ തോട്ടം എന്ന് പറയുന്നത്. അതിന് സദൃശ്യമാണ് ഈ കനാൻ ദേശം. അപ്പോൾ ദൈവം തന്റെ മക്കൾക്കായിട്ട് കരുതി വയ്ക്കുന്ന ദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമൃദ്ധിയുടെ സ്ഥലമാണ്. അതിശ്രേഷ്ഠമായിട്ടുള്ള സ്ഥലം, ഒരു പ്രത്യേക സ്ഥലമാണ്. എ സ്പെഷ്യൽ പ്ലേസ്. ഏദന്റെ അനുഭവം, കനാന്റെ അനുഭവം, സ്വർഗതുല്യമായിട്ടുള്ള അനുഭവം, അതാണ് നമുക്ക് ഇവിടെ ഈ സ്പെഷ്യൽ പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തില് നമ്മൾ കുമ്പസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കുമ്പസാരിക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനക്രമത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നിങ്ങൾ ഇതൊക്കെ ഓർത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മൾ ഇതൊക്കെ ഓർത്തിരിക്കണം. എന്തൊക്കെയാ അത് പറയുന്നത് എന്ന് പറഞ്ഞേ കേക്കട്ടെ. സ്വർഗം, നരകം. അതെ, അത് തന്നെ. ജനനം, മരണം, ന്യായവിധി, സ്വർഗം, നരകം. ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവിതത്തില് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള വസ്തുതകൾ എന്ന് പറയുന്നത്, അല്ലെ? ജനനമുണ്ട്, മരണമുണ്ട്, ന്യായവിധിയുണ്ട്. അതിനുശേഷമുള്ള 2 കാര്യങ്ങൾ അത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. സ്വർഗം വേണോ നരകം വേണോ എന്നുള്ളത്. അപ്പോൾ നിത്യമായിട്ടുള്ള സമാധാനത്തിന്, എറ്റേണൽ പീസിന് നമുക്ക് സാധ്യമാകണമെങ്കിൽ, നിത്യമായിട്ടുള്ള ഒരു സന്തോഷം നമുക്ക് സാധ്യമായി, ഈ ലോകം വിട്ട് മറ്റൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മളല്ലേ. ദൈവത്തിന്റെ അടുക്കല് നമ്മൾ ഇരിക്കും. അവിടെ വിശുദ്ധന്മാരോടൊന്നിച്ച്, അവിടെ നമ്മുടെ വാങ്ങിപ്പോയവരോടൊന്നിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കും. സമൃദ്ധിയുടെ അനുഭവം നമുക്ക് ലഭ്യമാകും. പൂർണ്ണമായിട്ടുള്ള സമാധാനം നമുക്ക് ലഭിക്കും. ഈ ലോകത്തിലെ സകല പാപങ്ങളിൽ നിന്നും, ലോകൈകികമായിട്ടുള്ള ജഡീകമായിട്ടുള്ള എല്ലാ ആസക്തികളിൽ നിന്നുമുള്ള വിടുതല് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്വർഗീയ കനാൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള സമാധാനമാണ്, സന്തോഷമാണ്, കഷ്ടപ്പാടുകളില്ല, ദുഃഖങ്ങളില്ല, എപ്പോഴും സമാധാനം മാത്രം. അപ്പോൾ ഈ സ്പെഷ്യൽ പ്ലേസ്, അതിന് നമ്മൾ അർഹരാണോ? ഞാൻ ഇതിന് അർഹനാണോ എന്ന് നമ്മളോട് ഇന്ന് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും ചോദിക്കണം. ഒരാളെങ്കിലും ചോദിച്ചാൽ എനിക്ക് സന്തോഷം. നിങ്ങളെല്ലാവരും ചോദിക്കും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ പ്ലേസിന് അർഹരായി തീരുവാനായിട്ട് ഞാൻ യോഗ്യനാണോ എന്നുള്ളത് നമ്മുടെ മനസ്സാക്ഷിയോട് നാം ചോദിക്കണം. ഇന്ന് നാം ചിന്തിച്ച് കേട്ടത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാ? നിങ്ങൾ തന്നെ പറ. ആദ്യത്തേതെന്ന് പറയുന്നത്, ഈ തീർത്ഥാടനത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കുമ്പോൾ നാം ആരോടുകൂടെയാണ് ഈ തീർത്ഥാടനത്തിൽ പങ്കാളിയാകുന്നെന്നുള്ളതാണ്. എന്താ അതിന്റെ ഉത്തരം? എ സ്പെഷ്യൽ പീപ്പിൾ. ഒരു പ്രത്യേക ജനതയോടൊപ്പമാണ് ഈ തീർത്ഥാടനത്തിൽ ഞാൻ പങ്കാളിയാകുന്നത്. എന്താണ് ആ പ്രത്യേകത? എന്താണ് ആ പ്രത്യേകത? വിശുദ്ധ ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. ഈ ഒരു അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ആത്മീയമായിട്ടുള്ള ജീവിതത്തെ വളർത്തുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. എ സ്പെഷ്യൽ പീപ്പിളിന്റെ ഭാഗമായിട്ട്, പ്രത്യേക ജനത്തിന്റെ ഭാഗമായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത്, ഈ തീർത്ഥാടനത്തിൽ നീ പങ്കാളിയാകുമ്പോൾ നിനക്ക് എന്ത് പ്രയോജനമാണ്, എന്ത് ബെനഫിറ്റാണ് നിനക്ക് കിട്ടാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. എന്താണ് അതിന്റെ ഉത്തരം? എ സ്പെഷ്യൽ പ്രിവിലേജ്. ഒരു പ്രത്യേക പദവി. ആ പ്രത്യേക പദവി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ രക്ഷയുടെ അനുഭവം നമുക്ക് ചുറ്റിലുമുള്ളവർക്ക് ആയിട്ട് പങ്കുവെക്കണം. അപ്പോഴാണ് സ്വർഗത്തില് നമുക്കതിനുള്ള ഓഹരി ലഭിക്കുന്നത്. അപ്പോൾ നാം ഈ പ്രത്യേക പദവി കൈയാളുന്നു, ഈ പ്രത്യേക പദവിക്ക് അർഹരായിത്തീരുന്നു. അങ്ങനെ ഈ തീർത്ഥാടനത്തിന്റെ മറ്റൊരു അർത്ഥതലത്തിലും നാം എത്തിച്ചേരുന്നു. മൂന്നാമതായിട്ട്, ഫൈനലായിട്ട്, ഈ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യസ്ഥാനം എവിടെയാണ് എന്നുള്ളതാണ്. ഈ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് എ സ്പെഷ്യൽ പ്ലേസ്, ഒരു പ്രത്യേക ഇടം. അല്ലേ? നമുക്കൊക്കെ ഒരു ഇടം ആവശ്യമാണ്, അല്ലേ? നമ്മളെപ്പോഴും ഒരാഴ്ചത്തെ കാത്തിരിപ്പില് ദിവസം പോകുന്നവരുണ്ടാവും,
ഒരാഴ്ചത്തെ കാത്തിരിപ്പില് നമ്മൾ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ കാത്തിരുന്ന് സംബന്ധിക്കും അല്ലേ? അന്ന് നമ്മുടെ വിഷമങ്ങളും ഭാരങ്ങളും എല്ലാം നമ്മൾ ആ മദ്ബഹായുടെ മുന്നിൽ നമ്മൾ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ തിരികെ വീട്ടിലേക്ക് വരുന്നത് അല്ലേ? ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊരു ഇടം ആവശ്യമാണ്, സ്പെഷ്യൽ പ്ലേസ്. നമുക്കൊരു ഇടം ആവശ്യമാണ്, ദൈവത്തിനറിയാം. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ പ്ലേസ് ആവശ്യമാണ്. ഈ സ്പെഷ്യൽ പ്ലേസ്, ഈ പ്രത്യേക സ്ഥലത്ത്, ഈ പ്രത്യേക ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത്, അതിന്റെ പ്രത്യേകത എന്താ എന്ന് പറയുന്നത് ഏദന്റെ അനുഭവമാണ്, കനാന്റെ അനുഭവമാണ്, സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അനുഭവമാണ് ഏദന്റെ അനുഭവം എന്ന് പറയുന്നത്. നിസായിലെ മാർ ഗ്രിഗോറിയോസ് എന്ന പിതാവ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ദ ഗോൾ ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ് ഈസ് യൂണിയൻ വിത്ത് ഗോഡ് എന്ന് പറയുന്നത്. ദ ഗോൾ ഓഫ് എ ക്രിസ്ത്യൻ ലൈഫ് ഈസ് യൂണിയൻ വിത്ത് ഗോഡ് എന്ന് പറയുന്നത്. നാം ദൈവത്തിൽ ലയിച്ചു ചേരുമ്പോഴാണ് നമ്മുടെ ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകുന്നതെന്നാണ് നിസായിലെ മാർ ഗ്രിഗോറിയോസ് നമ്മോട് പറയുന്നത്. നമുക്ക് ദൈവത്തിൽ ലയിച്ചു ചേരുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ഈ തീർത്ഥാടനത്തിൽ പൂർണ്ണ അർത്ഥതലത്തിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധ്യമാകുന്നുണ്ടോ? എപ്പോഴും ദൈവവുമായിട്ട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ആ സാക്ഷ്യം നമ്മുടെ സമൂഹത്തിലുടനീളം നമുക്ക് ചൊരിയുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? അപ്രകാരമുള്ള ഒരു സംയോജനമാണ്, ഒരു ഒരുമിക്കലാണ്, ഒരു കൂടിച്ചേരലാണ് നമുക്ക് ഈ തീർത്ഥാടനത്തിലൂടെ, ഈ നോമ്പിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഈ 3 ചോദ്യങ്ങളെ നിങ്ങളുടെ മനസ്സാക്ഷിയോട് തന്നെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ നോമ്പിന്റെ ഈ അവസാന കാലഘട്ടത്തിൽ ഒരു മാറ്റത്തിന്റെ അനുഭവത്തിന് വിധേയരാകുവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ. അതിനായിട്ട് പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവമേ, ഇന്ന് ഈ സായം സന്ധ്യയിൽ അങ്ങോടുകൂടെ അല്പസമയം അങ്ങയുടെ തിരുവചനത്തിൽ ധ്യാനിച്ച് ആയിരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഏവർക്കും അവസരം നൽകിയല്ലോ ദൈവമേ. ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങൾക്ക് ചുറ്റിലുമുള്ള ഓരോരുത്തരെയും അവിടുത്തെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാചനകൾ, ഞങ്ങളുടെ അപേക്ഷകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ആവലാതികൾ എല്ലാം അവിടുന്ന് കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ വഴിപാടുകളെ സ്വീകരിക്കണമേ ദൈവമേ. ഈ തീർത്ഥാടനത്തിൽ, ഈ നോമ്പാകുന്ന ഈ തീർത്ഥാടനത്തിൽ ഞങ്ങൾക്ക് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ തക്ക വിധത്തിൽ ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഉളവാക്കണമേ ദൈവമേ. ദൈവമേ, അങ്ങയെ മഹത്വീകരിക്കുവാനും അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ദൈവമേ. രക്ഷയുടെ അനുഭവം അത് ചുറ്റിലുമുള്ളവരിലേക്ക് പങ്കുവെക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധ്യമാകണമേ. സൗഖ്യത്തിൻ്റെ സുവിശേഷവുമായിട്ട് ഞങ്ങൾക്ക് ചുറ്റിലുമുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമുക്ക് സാധ്യമാകണമേ ദൈവമേ. ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ അനുതാപവും എല്ലാം ഒരു പ്രത്യേക പദവിയിലേക്ക് ഞങ്ങളെ നയിക്കുമ്പോൾ അത് യഥാർത്ഥ വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിപ്പാൻ തക്കവണ്ണം നല്ല ക്രൈസ്തവ സാക്ഷ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളേവരെയും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഒരു പ്രത്യേക ജനതയായി, വീണ്ടെടുക്കപ്പെട്ട ജനതയായി, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനതയായി, ഒരു വിളിക്കപ്പെട്ട ജനതയായി, വിശുദ്ധ വംശമായി അതിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും എന്നുമെന്നാളും പ്രത്യാശയോടുകൂടി, പ്രതീക്ഷയോടുകൂടി അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, ഈ ജീവിതത്തിലുടനീളം നന്മകളും അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷകളും ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങളുടെ കണ്ണുകളെ ഞങ്ങൾ അടയ്ക്കുന്നു, ഞങ്ങളുടെ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.